മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഇവിടെ തുടരുന്ന സാഹചര്യത്തിലും ഒരു ചോദ്യം ബാക്കിയാണ്. രാഹുൽ എവിടെ? പ്രിയ പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 7 ജില്ലകൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ആണ് പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ വോട്ടെടുപ്പ് നടക്കേണ്ടത്. അവിടെ ഉണ്ടാകേണ്ട ഒരാൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യേണ്ടിയിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ല. നമുക്കറിയാം, അതിജീവിതയുടെ പരാതിയിന്മേൽ കീഴ്ക്കോടതി ജാമ്യം തള്ളാൻ തയ്യാറായിരുന്നില്ല. മുൻകൂർ ജാമ്യം അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അറസ്റ്റ് തടയാൻ തയ്യാറായിരുന്നില്ല. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ട്. ഈ കീഴ്ക്കോടതിക്ക് അറസ്റ്റ് തടയുന്ന തരത്തിലൊരു ഉത്തരവിറക്കാൻ സാധിക്കില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളും വാദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തു തന്നെ ആണെങ്കിലും ഹൈക്കോടതിയിൽ നിന്നൊരു നേരിയ ആശ്വാസം, ഇടക്കാല ആശ്വാസം ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന MLAക്ക് എന്ന് നമുക്കറിയാം. അതിജീവിതയുടെ പരാതിയിൽ അറസ്റ്റാണ് തടഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെയാണ് മറ്റൊരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർന്നത്. അതൊരു 23-കാരി നൽകിയ പരാതിയാണ്. ആ പരാതി KPCCക്കാണ് ലഭിച്ചത്. ആ പരാതി പിന്നീട് പോലീസിന് കൈമാറുന്നു. അതിലിപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ കേസിലും രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. അവിടെ ഹോം സ്റ്റേയിലെ പീഡനം എന്നതാണ് നമുക്കറിയാം. ഹോം സ്റ്റേയിൽ വെച്ചാണ് വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പറയുന്നത്. ദേഹോപദ്രവം ഉൾപ്പെടെ ഗൗരവമേറിയ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി വരാൻ പോകുന്നത്. പ്രിയ പ്രേക്ഷകരെ, നാളെ ഇതിന് ഒരു തീരുമാനമുണ്ടാകുന്നു. അതായത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പുറത്തേക്ക് വരാൻ സാധിക്കും. ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തിലേക്ക് എത്തും. ഒപ്പം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അതുകൊണ്ട് നാളത്തെ വിധി നിർണായകമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിലേറെ ഗൗരവതരമായ പരാതിയായിരുന്നു അതിജീവിതയുടേത്. അവിടെ ഒരു അഡ്രസ്സുള്ള പരാതി എന്ന് നമുക്ക് കൃത്യമായി പറയാം. ഇതാകട്ടെ അങ്ങനെ ഒരു മേൽവിലാസമുള്ള പരാതിയല്ല. ഈ അതിജീവിത ആരെ എന്ത് എന്നത് അന്വേഷണ സംഘത്തിന് അറിയാമെന്ന് പറയുമ്പോഴും ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ അതിജീവിത ഒരുക്കമാണോ എന്നതിൽ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത നിയമരംഗത്തെ ചില ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ മുൻകൂർ ജാമ്യം തടഞ്ഞുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കീഴ്ക്കോടതി അതിന് ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ അറസ്റ്റ് തടയുന്ന ഒരു സമീപനമുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കീഴ്ക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എന്ത് വാദങ്ങളാണ് അവിടെ അന്വേഷണ സംഘത്തിന് വേണ്ടി പ്രോസിക്യൂട്ടർ ഉന്നയിച്ചിട്ടുള്ളത് എന്നതിന് നമുക്ക് വ്യക്തതയുണ്ട്. മറ്റൊന്ന്, ഈ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കോടതി തന്നെ നൽകിയിട്ടുണ്ട്. അതും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഘട്ടത്തിൽ ആശ്വാസകരമാണ്. കർശന നടപടി എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലവിൽ അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം അറസ്റ്റ് തടയാൻ ജില്ലാ കോടതിക്ക് അധികാരമില്ല എന്ന ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ കോടതി കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ പോലും അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ജില്ലാ കോടതിയുടെ പരിധിയിൽ വരുന്ന ഒന്നല്ല എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതായി വരും. അവിടെ കുറഞ്ഞ പക്ഷം മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ പോലും അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം, നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഹർജി സമർപ്പിച്ചുകൊണ്ട് അവിടെയെങ്കിലും ആശ്വാസം കിട്ടുമോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ കുറച്ച് വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കുന്നത്, യുവതിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഹാജരാക്കും കോടതിയിൽ എന്നുള്ളതാണ്. അത് ഹാജരാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഹാജരാക്കി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ മൊഴിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യുവതിയുടെ മേൽവിലാസം കൃത്യമായി അല്ലെങ്കിൽ യുവതി ഔദ്യോഗികമായ ഒരു പരാതി നൽകിയിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് എന്നതിൽ നമുക്ക് വ്യക്തത കുറവുണ്ട്. പക്ഷേ യുവതിയുടെ മൊഴി ലഭിച്ചുവെന്നും ആ മൊഴിയുടെ വിശദാംശങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു എന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മൊഴിയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ആണ്
രാഹുൽ മാങ്കൂട്ടം സന്ദേശം അയച്ചത് എന്നതാണ് ഈ മൊഴിയിൽ പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടം ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അതിനുശേഷം മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലഗ്രാം അക്കൗണ്ട്, അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ആ പെൺകുട്ടിയിൽ നിന്ന് 23-കാരിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് എന്നാണ് ഈ മൊഴിയിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആയിരുന്നു, അതായത് വിവാഹ വാഗ്ദാനം നൽകുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്നു. അത് കുടുംബവുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയോട് നേരിട്ട് കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് എത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് താൻ ഒരു പ്രശസ്തനായ വ്യക്തിയാണ്, തന്നെ പലരും അറിയുന്നതാണ്, അതുകൊണ്ട് എല്ലായിടത്തും നിന്നുകൊണ്ടൊന്നും സംസാരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷിതമായ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൂടുതൽ സംസാരിക്കാം എന്ന നിലയിലേക്കാണ് ഈ ഹോം സ്റ്റേയിൽ എത്തിച്ചത് എന്നാണ് പറയുന്നത്. ഈ ഹോം സ്റ്റേയിൽ എത്തിച്ച രാഹുലിൻ്റെ ഭാവം മാറുകയും അങ്ങനെ വളരെ പെട്ടെന്ന് ആക്രമിക്കുകയുമായിരുന്നു, ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് പീഡനം നടന്നത് എന്നതാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്. അപ്പോഴും പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇത് ഒരു ഇരയുടെ അതിജീവിതയുടെ മൊഴിയാണ്. ഈ മൊഴിയിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെയാണോ അവിടെ സംഭവിച്ചത് എന്നതൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ടത്. അതല്ലാത്തിടത്തോളം കാലം ഇതൊരു ആരോപണമായി നിലനിൽക്കുക. ഔദ്യോഗികമായി ആ വനിത 23-കാരി പരാതി നൽകേണ്ടതുണ്ട്. പരാതിക്ക് ശേഷം യുവതിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയി അന്വേഷണത്തിൽ കണ്ടെത്തലുകൾ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ആരോപണം ശരിയാണോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. അതുവരെ രാഹുൽ മാങ്കൂട്ടം ആരോപണ വിധേയൻ തന്നെയാണ്. പക്ഷേ നിയമപരമായ പോരാട്ടത്തിലേക്കും നിയമപരമായ നടപടികളും നേരിടേണ്ടതായി വരികയും ചെയ്യും.